ഹായ്, ഞാൻ അനുപ്രിയ. കറൻ്റ്ലി ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത നിങ്ങൾ പല ആൾക്കാരും ഒന്നെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ നീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എന്തായാലും നീറ്റ് UG 2026 ഇനി കഷ്ടിച്ച് 30 ദിവസം പോലും ഇല്ല. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ +1 +2 സമയത്ത് തന്നെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ചില ആൾക്കാർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും ഈ ലാസ്റ്റ് 1 മന്തിൽ നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്യുക, കുറേ PYQs ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് സബ്ജക്റ്റ് വൈസ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ പറയാം. ഫിസിക്സ് ആയിരിക്കും മിക്ക ആളുകൾക്കും തൊടാൻ കുറച്ച് പേടിയുണ്ടാവുക. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എനിക്ക് ഫിസിക്സ് ആയിരുന്നു കുറച്ച് പാടുണ്ടായിരുന്നത്. പക്ഷേ ഫിസിക്സ് അങ്ങനെ മാറ്റി വയ്ക്കരുത്. ലൈക്ക് ഫിസിക്സ് ആയിരിക്കും കുറച്ചുകൂടി സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. ഫിസിക്സിൽ തന്നെ കൂടുതലായിട്ടും PYQs റിപ്പീറ്റഡായിട്ട് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ ഈ റയോപ്റ്റിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റി അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കണം. എൻ്റെ ഒരു തെറ്റുണ്ടായിരുന്നു ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയായിരുന്നു. ഞാനത് അധികം മൈൻഡ് ചെയ്യാണ്ട് വിട്ടു. പക്ഷേ അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനത്തെ ഹൈ യീൽഡിങ് ഏരിയാസ് ഒന്നും വിടരുത്. അത് ആദ്യം തന്നെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവും ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എക്സാമൊക്കെ എഴുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ, നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ നിങ്ങളൊരു വൈറ്റ് കോട്ട് സ്റ്റെത്തൊക്കെ ഇട്ട് MBBSന് പഠിക്കുന്നത്. കെമിസ്ട്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് പോകണം. കാരണം നമുക്ക് ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ ഇനിയൊരു സമയമില്ല. +1 +2 സമയത്ത് തന്നെ നിങ്ങൾ ടെക്സ്റ്റൊന്നും അധികം വായിക്കാൻ ശീലിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അധികം ഒന്നും നമ്മൾ ടെക്സ്റ്റുമായിട്ട് വലിയ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച മെയിൻ പോയിന്റുകളൊക്കെ ഉണ്ടാവില്ലേ, ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ലപോലെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കണം. കെമിസ്ട്രി തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഫോർമുലാസ് നല്ലോണം പഠിക്കുക, കുറേ PYQs ചെയ്യുക, റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയല്ലേ വരണ്ടാവുള്ളൂ. ഇനി ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഈ നെയിമിഡ് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡായിട്ട് പഠിച്ചു വെക്കുക. ജസ്റ്റ് അതൊന്ന് കണ്ണോടിച്ചെങ്കിലും വെക്കണം. പിന്നെ അത് ഇൻഓർഗാനിക് കെമിസ്ട്രി NCERT നന്നായിട്ട് വായിച്ചിട്ട് ഉള്ളൊരു പരിചയം വേണം. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു വെക്കുക. ബയോളജി എന്ന് പറയുന്നത് NCERT ഈസ് ദ ബൈബിൾ എന്നാണ് പറയുക അല്ലേ. NCERT നല്ലോണം വായിക്കുക ബയോളജീൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ മുന്നേ ബയോളജി ടെക്സ്റ്റുമായിട്ട് കുറച്ചൊക്കെ പരിചയം വന്നിട്ടുണ്ടാകും. അപ്പോൾ +2 കഴിഞ്ഞ് ഉടനെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി, അല്ലാന്നുണ്ടെങ്കിൽ നീറ്റിന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബയോളജി അത്യാവശ്യം നല്ലോണം തറായിട്ടുണ്ടായിരിക്കും. ബയോളജിയിൽ കുറേ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ നന്നായിട്ട് അറിയണം, കുറേ PYQs ഒക്കെ ചെയ്യുക. ഈ ജനറ്റിക്സ് പോലെയുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ തീരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം നോക്കുക. കാരണം ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, എനിക്കത് ഭയങ്കര പാടായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചു. അത് വലിയൊരു മിസ്റ്റേക്കായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ പാടായി തോന്നുന്ന ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേഗം അത് പഠിച്ചു വെക്കണം, പിന്നെ ലാസ്റ്റിലേക്ക് വെക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 to 12 അവേഴ്സ് ബേൺ ഔട്ട് ആവാതെ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഓരോ ഡേന്. അതായത് മോർണിംഗ് അവർ, പിന്നെ ഉച്ചയ്ക്കത്തെ ഒരു സമയം, പിന്നെ വൈകുന്നേരം, പിന്നെ രാത്രി സമയം. അങ്ങനെ മോർണിംഗ് അവർ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള മൈൻഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ഓർത്ത് വെക്കണം എന്ന് തോന്നുന്നതായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ നോക്കാം. ബയോളജി ആയിരിക്കും ചില ആളുകൾക്ക്, അത് ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും, അങ്ങനെ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യാം. പിന്നെ ഉച്ചയ്ക്കത്തെ സമയം അടുത്തൊരു സബ്ജക്റ്റ്, വൈകുന്നേരത്തെ സമയം അടുത്തൊരു സബ്ജക്റ്റ്. അതിനുശേഷം രാത്രി മെയിനായിട്ടും ഈ PYQസും അതേപോലെ MCQ കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഡെയിലി ഒരു 100 to 150 MCQs ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു 100എങ്കിലും, കുറച്ച് എല്ലാത്തൊന്നും കൂടിയിട്ട് കേട്ടോ. പെട്ടെന്ന് ബയോളജിയൊക്കെ വേഗം നിങ്ങൾക്ക് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഈ ന്യൂമറിക്കൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് സമയം എടുക്കുക. സമയം കണ്ടെത്തണം. കാരണം ഈ ഒരു 1 മന്ത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങളുടെ ഡ്രീം കോളേജിൽ MBBSന് അഡ്മിഷൻ എടുക്കുന്നതൊക്കെ. അടുത്ത കാര്യം എന്ന് പറയുന്നത് മൂന്നാമത് മോക്ക് ടെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എവറി 2 to 3 ഡേയ്സ് കൂടുമ്പോൾ ഫുൾ ലെങ്ത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം അപ്പോഴാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോണത്. അതാണ് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യണ്ടേ. നമ്മൾ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് നമ്മളെ വീക്ക് ഏരിയാസ്, ഏത് പോർഷൻസാണ് ഇനിയും പഠിക്കേണ്ടത്. ചിലപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ,
നമ്മൾ ചിലപ്പോൾ തലയിൽ കയറിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് എക്സാം കൊടുക്കുമ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആദ്യമായിട്ട് ഇതൊന്നും ചെയ്യാണ്ട് പഠിച്ചൊരു കാര്യം പോയിട്ട് ഈ ഫസ്റ്റ് ടൈം നിങ്ങൾ ഇപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന സമയത്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല നിങ്ങൾ പഠിച്ചിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരിക്കില്ല ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചു, ഇത് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ്, നമ്മളെ മിസ്റ്റേക്സ് അനലൈസ് ചെയ്യാതെ പോയതിൻ്റെ പ്രശ്നമായിരിക്കും. തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് നോക്കുക. ടൈം ടേക്കിംഗ് ആണെങ്കിൽ കൂടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ചിലപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? പിന്നെ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു പേടി മാർക്ക് കുറയുന്നതിനെ പറ്റിയായിരുന്നു. ശരിയാണ്, ചില എക്സാമിൽ തീരെ മാർക്ക് ഉണ്ടാവില്ല, എന്നാൽ ചില എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കിന് അങ്ങോട്ട് മൈൻഡൊക്കെ ഉണ്ടാവും. കൂടുതലായിട്ടും നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ എവിടേക്കാണ് തെറ്റുകൾ വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാക്കിയിട്ട് ഈ മോക്ക് ടെസ്റ്റിനെ കാണാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം എഫേർട്ട് ഇട്ടതൊക്കെ കൂടി ഫുൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു 3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, അതായത് നെക്സ്റ്റ് ഈ ഒരു 30 ഡേയ്സ് ഇനി ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ പുതിയൊരു ബുക്ക് ഇരുന്നിട്ട് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി വേണ്ട. ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി. PYQs നന്നായിട്ട് ചെയ്യുക, അത് വിട്ട് കളയരുത്. അതുപോലെ തന്നെ നമ്മൾ വീക്കായിട്ടുള്ള ഏരിയ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പഠിച്ചു വെക്കണം. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിരുന്നു അത്. പിന്നെ ഉള്ളത്, ഒരിക്കലും ബേൺ ഔട്ട് ആവാതെ നോക്കണം. ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. ഒരു 6 to 7 hours എന്തായാലും സ്ലീപ്പ് നോക്കുക. ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്, അത്രയും നേരം ഇരുന്ന് പഠിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ അത് ഭയങ്കര ഇടങ്ങേറുള്ള ഒരു പരിപാടിയാണ്. സോ ബുദ്ധിമുട്ടായിരിക്കും, ലൈക്ക് ഇത്ര നേരം ഉറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കേണ്ടത്. പക്ഷെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബേൺ ഔട്ട് ആവാതെ നല്ല രീതിയിൽ പഠിക്കണം. ഇത്രയും കാലം പഠിച്ചതൊക്കെ ഈ ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ഇട്ടിട്ട് കുറച്ചുകൂടി റിവൈസ് ചെയ്യണം, സ്മാർട്ടായിട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്കൊല്ലത്തെ നീറ്റ് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിക്കൂടെ. ഈവൻ ദോ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് +1 +2 കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടി വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യമല്ലേ. ഇനി നിങ്ങൾ ഫർദർ വീണ്ടും ഒന്നും കൂടി എഴുതാൻ വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബേസ് ഓൾറെഡി ഇവിടെ സെറ്റപ്പ് ആവും. സോ ഈ ഒരു 30 ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ ഫുൾ ഫോക്കസും ഫുൾ നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷൻസും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ.